ഡ്രോ ദി പിക്ചേഴ്സ് ബിലോ. ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചിത്രം വരയ്ക്കാം. ഒന്നാമത്തെ ചിത്രം വരയ്ക്കാനായി ഈ ചിത്രത്തിൽ എത്ര വശങ്ങളുണ്ടെന്ന് നോക്കാം അല്ലേ. ഇതിൽ എത്ര വശങ്ങളാണ് ഉള്ളത്? 1, 2, 3, 4, 5. 5 വശങ്ങളുള്ള ഒരു രൂപമാണതല്ലേ. 5 വശങ്ങളുള്ള രൂപം. അപ്പോൾ ഈ 5 വശങ്ങളുള്ള രൂപത്തിന് നമുക്ക് സർക്കിളിനുള്ളിലാണ് വരയ്ക്കേണ്ടത്, വൃത്തത്തിനുള്ളിൽ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 360 ഭാഗം 5. 7 5s are 35. 2 5s are 10 അല്ലേ. അപ്പോൾ നമുക്ക് 72 ഡിഗ്രി എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ച് അതിനകത്ത് 72 ഡിഗ്രി നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സർക്കിൾ വരയ്ക്കാം. വലിപ്പം കുറഞ്ഞതോ കൂടിയതോ ഒക്കെ ആയ ഒരു സർക്കിൾ എന്ത് ചെയ്യുക? വരയ്ക്കാം. ഓക്കെ, സർക്കിൾ വരച്ചു. ഇനി സർക്കിൾ വരച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ റേഡിയസ് അടയാളപ്പെടുന്നത്. നമുക്ക് ഇങ്ങനെ കൂര കണക്കല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ മേൽക്കൂര കണക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു റേഡിയസ് അടയാളപ്പെടുത്താം. മുകളിൽ നിന്ന് താഴേക്ക് ഒരു റേഡിയസ് അടയാളപ്പെടുത്താം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പ്രൊട്രാക്ടർ എടുത്ത് നമ്മൾ ഈ 72 ഡിഗ്രി ഈ സർക്കിളിനുള്ളിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഇതാ ഇവിടെ സെൻറ്റർ, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചുകൊണ്ട് 0യിൽ നിന്ന് എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത്? 72. അപ്പോൾ 70 കഴിഞ്ഞ് 71, 72 എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഇതുപോലെ ബാക്കി ഫുൾ എന്ത് ചെയ്യുക? 72 ഡിഗ്രി എടുക്കുക. 70, 71, 72. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? 70, 71, 72. അങ്ങനെ 72 വീതം മാർക്ക് ചെയ്ത് നമുക്ക് 5 സൈഡുകൾ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ കോർണറുകളും ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഇതാ എന്ത് ചെയ്തു? യോജിപ്പിച്ചു. ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കുക. യോജിപ്പിക്കുക. ഇതും യോജിപ്പിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതിനകത്തുള്ള ലൈൻസില്ലേ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? എറേസ് ചെയ്ത് കളയാം. മാത്രമല്ല ഇതിൽ പുറത്തുള്ള സർക്കിളിൻ്റെ പാർട്ടില്ലേ, അത് നമുക്ക്, ഇതിൻ്റെ പുറത്ത് സർക്കിളുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള സർക്കിളിൻ്റെ പാർട്ടും ഈ അകത്തുള്ള ലൈൻസും നമുക്ക് എറേസ് ചെയ്ത് കളയാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഈ 2 കോർണേഴ്സും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? യോജിപ്പിക്കാം. ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ നമുക്ക് യോജിപ്പിക്കുക. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് 2 എണ്ണം ഉണ്ടല്ലേ, അത് രണ്ടും കൂടെ നമുക്ക് യോജിപ്പിക്കാം. ഓക്കെ, ഇനി ഇതിന് ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? ഇത് വരും. ഇതിൻ്റെ എതിരായിട്ട് ഇത് വരും അല്ലേ. ഇതെല്ലാം കൂടെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്റ്റാർ ഫോം ചെയ്തില്ലേ അല്ലേ. നമ്മൾ ഇത് ഫിഗർ ആയില്ലേ. ഇനി നമുക്ക് കളർ ചെയ്ത് കൊടുത്താൽ പോരെ. ഇതിനകത്ത് റെഡ് കൊടുക്കുക. ഇവിടെയൊക്കെ എന്ത് കൊടുക്കുക? ഗ്രീൻ കൊടുക്കുക അല്ലേ. ഇവിടെയൊക്കെ എന്ത് കൊടുക്കുക? യെല്ലോ കൊടുക്കുക. മനസ്സിലായോ വരയ്ക്കുന്നത്? ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര വശങ്ങളുണ്ടെന്ന് എണ്ണി നോക്കുക. 1, 2, 3, 4, 5 വശങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ 5 വശമുള്ളത് കൊണ്ട് തന്നെ അതിനെ 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിനെ ഒരു റേഡിയസ് അടയാളപ്പെടുത്തുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു റേഡിയസ് അടയാളപ്പെടുത്തുക കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുത്ത് വെച്ച് 72 ഡിഗ്രി വീതം ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇങ്ങനെ 72 ഡിഗ്രി വീതം മാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 5 തുല്യ ഭാഗങ്ങൾ കിട്ടും. എത്ര ഭാഗങ്ങൾ കിട്ടും? 5 തുല്യ ഭാഗങ്ങൾ. ഈ 5 തുല്യ ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കോർണറുകൾ എന്ത് ചെയ്യുക? യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ കോർണറുകൾ എന്ത് ചെയ്യുക? യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനകത്തുള്ള ലൈൻസ് എല്ലാം എന്ത് ചെയ്യുക? മായ്ച്ച് കളയുക. അതുപോലെ പുറത്തുള്ള സർക്കിളിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളും നമ്മൾ മായ്ച്ച് കളയുക. മായ്ച്ച് കളഞ്ഞിട്ട് നമ്മൾ കോർണേഴ്സ് യോജിപ്പിക്കുമ്പോൾ ഇതുപോലത്തെ ഫിഗർ കിട്ടും. അടുത്ത ഫിഗർ നോക്കൂ. അതും ഒരു സ്റ്റാറാണ്. അപ്പോൾ സ്റ്റാറിന് എത്ര കാലുകളാണ് ഇവിടെ ഉള്ളത്? 5 കാലുകളാണ്. അപ്പോൾ 5 വശങ്ങളാണ്. അപ്പോൾ നേരത്തെ വരച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിനകത്ത് എത്ര ഡിഗ്രി വീതം അടയാളപ്പെടുത്തേണ്ടത്? 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ എത്രയാണ് നമുക്ക് കിട്ടിയത്? 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 72 അല്ലേ. അതുപോലെ തന്നെ ഇതിനകത്തും എത്ര തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്? 72 തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് 72 മാർക്ക് ചെയ്ത് പോവാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എടുത്ത് നേരെ വെച്ചതിന് ശേഷം 0യിൽ നിന്ന് ഇവിടുത്തെ 0യിൽ നിന്ന് നമുക്ക് എന്താണ്? 70 കഴിഞ്ഞ് 71, 72 മാർക്ക് ചെയ്യുക. ദെൻ ചേർത്ത് വരയ്ക്കുക. ഇനി
അടുത്ത ആ ലൈനിൽ നിന്നും അടുത്ത 72 എന്ത് ചെയ്യുക, പ്രൊട്രാക്ടറിൽ എടുത്ത് പോവുക. 70 കഴിഞ്ഞ് 71 72 പ്രൊട്രാക്ടറിൽ നിന്നും ആ ലൈൻ വീണ്ടും എന്ത് ചെയ്യുക, എടുത്തെടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോർണറുകൾ നേരത്തെ പടത്തിൽ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കോർണറുകൾ യോജിപ്പിക്കുക. ഓക്കെ, കോർണറുകൾ നമുക്ക് യോജിപ്പിക്കാം. കോർണേഴ്സ്, മൂലകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, യോജിപ്പിക്കാം. ഇനി നമുക്ക് നോക്കിയേ, ഫിഗറിൽ നമുക്ക് എന്തുണ്ട്, പുറത്തുള്ള സർക്കിൾ ഉണ്ടല്ലേ, പക്ഷേ അകത്തുള്ള ഈ ലൈൻസ് ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് അകത്തുള്ള ലൈൻസ് നമുക്ക് എറൈസ് ചെയ്ത് കളയാം. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, ഇനി സ്റ്റാർ വരുത്തണ്ടേ, അതിന് നമുക്ക് ഓപ്പോസിറ്റ് കോർണേഴ്സുകൾ തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. ഇതാ ഇങ്ങനെ യോജിപ്പിക്കുക. ഇനി അതും ഇതുമായിട്ട് യോജിപ്പിക്കുക. ഒരു സ്റ്റാർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ സ്റ്റാർ ആക്കുക. ഇതിനകത്ത് സ്റ്റാർ ആക്കി. അപ്പോൾ സ്റ്റാറായി. ഇനി എന്താ കാണേണ്ടത്, ഇതിനകത്ത് ഒരു സ്റ്റാറില്ലേ, ഇതിനകത്ത് ഒരു സ്റ്റാർ ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഒരു 5 കോർണേഴ്സ് ഇല്ലേ നമുക്ക്, ഈ 5 കോർണേഴ്സിലെ ഓപ്പോസിറ്റ് കോർണേഴ്സ് നമുക്ക് എന്ത് ചെയ്ത് യോജിപ്പിച്ച് സ്റ്റാർ ഉണ്ടാക്കാം. ഇതാണ്ടോ, സ്റ്റാർ ആയില്ലേ ഇതിനകത്ത്. ഇനി സ്റ്റാറിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെയൊന്നും ലൈൻ ഇല്ലല്ലോ അല്ലേ, ഇവിടുത്തെ ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മളങ്ങ് മായ്ച്ച് കളയുക. ഇവിടെയൊന്നും ലൈനില്ല. അതുപോലെ അതിൻ്റെ ഉള്ളിലും ലൈനില്ല, ഉള്ളിലൊന്നും ലൈനില്ല. അതായത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലേ, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള ലൈനൊന്നും ഇതിനകത്തില്ല. കളർ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് കളർ ചെയ്ത് എടുക്കുക, ലൈനൊക്കെ എറൈസ് ചെയ്ത് കളഞ്ഞ് എടുക്കുക. മനസ്സിലായോ? ഒരു സർക്കിൾ വരയ്ക്കുക, ആ സർക്കിളിൽ നിന്ന് ഇങ്ങനെ ഒരു റേഡിയസ് വരയ്ക്കുക. അതിന് 72, അകത്തൊക്കെ എത്ര ഡിഗ്രിയാണ് നമ്മൾ എടുത്ത് പോവേണ്ടത്, 72 ഡിഗ്രി വീതം ഇങ്ങനെ എടുത്ത് പോയിട്ട് അതിൻ്റെ കോർണേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, യോജിപ്പിക്കുക. കോർണേഴ്സ് യോജിപ്പിച്ചതിന് ശേഷം അകത്തുള്ള ലൈൻസ് എല്ലാം മായ്ച്ച് കളയുക. അകത്തുള്ള ലൈൻസ് മായ്ച്ച് കളഞ്ഞിട്ട്, അകത്തുള്ള ലൈൻസ് നമ്മൾ മായ്ച്ച് കളയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇങ്ങനൊരു രൂപം വരും അല്ലേ, ഇങ്ങനെ 5 സൈഡുള്ളൊരു രൂപം വരും. അതിനെ നമ്മൾ ഓപ്പോസിറ്റ് കോർണേഴ്സ് എല്ലാം നമ്മളിങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്റ്റാർ കിട്ടും അല്ലേ. പിന്നെ ഇതിനകത്ത് ഒരു 5 കോർണേഴ്സ് കിട്ടും, അതിനെ നമ്മൾ യോജിപ്പിച്ചെടുക്കുമ്പോൾ അതിനുള്ളിൽ എന്ത് വരും, ഒരു സ്റ്റാർ വരും. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കാം. മൂന്നാമത്തെ ഫിഗറിന് എത്ര വശങ്ങളുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 8 വശങ്ങളുണ്ട്. കോർണേഴ്സ് നോക്കിയേ, 1 2 3 4 5 6 7 8. അപ്പോൾ 8 വശങ്ങളാണ് ഇതിനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 360നെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക, 360നെ 8 വെച്ച്. അപ്പോൾ ഏതൊരു ഫിഗർ, നമ്മുടെ എല്ലാ ഫിഗറും സർക്കിളിനുള്ളിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് എത്ര വശങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് ആ വശങ്ങളെ 360നെ ആ വശങ്ങളുടെ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 360നെ നമുക്ക് 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, 4 8s are 32, 0 താഴ്ത്തെഴുതി, 5 8s are 40. അപ്പോൾ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു സർക്കിൾ വരച്ച് അതിൽ 45 ഡിഗ്രി വീതം അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് എത്ര തുല്യ ഭാഗങ്ങൾ കിട്ടും, 8 തുല്യ ഭാഗങ്ങൾ കിട്ടും. നമ്മൾ സർക്കിൾ ഡിവിഷനിൽ അങ്ങനെയല്ലേ പഠിച്ചത്. നമുക്ക് എത്ര ഭാഗങ്ങളാണോ, എത്ര ഡിഗ്രിയാണോ ഉള്ളത്, അത് വെച്ച് നമ്മൾ 360നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭാഗങ്ങൾ കിട്ടും. ഇനി തിരിച്ചായാൽ എത്ര ഭാഗങ്ങളാണോ തന്നിരിക്കുന്നത് അതിനെ 360 ഡിവൈഡ് ചെയ്താൽ നമുക്ക് അത്രയും വശങ്ങൾ കിട്ടും അല്ലേ. ഇപ്പോൾ നമുക്ക് 8 വശങ്ങളുള്ള രൂപമാണെങ്കിൽ 45 ഡിഗ്രി ആയിരിക്കണം അകത്ത് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു റേഡിയസ് ഇങ്ങനെ, ഒരു റേഡിയസ് സ്ട്രെയിറ്റ് ആയിട്ടൊരു റേഡിയസ് ഇങ്ങനെ വരയ്ക്കാം. വരച്ചതിന് ശേഷം പ്രൊട്രാക്ടർ എടുത്ത് എന്ത് ചെയ്യുക, 45 ഡിഗ്രി അടയാളപ്പെടുത്തേണ്ടത്. എത്ര ഡിഗ്രി അടയാളപ്പെടുത്തുക, 45. 0ക്ക് നേരെ വന്നിട്ട് 40 45 മാർക്ക് ചെയ്യാം. ഇനി വീണ്ടും എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഈ ലൈനിൽ നിന്ന്, നമ്മളിപ്പോൾ വരച്ച ലൈനിൽ നിന്ന് വീണ്ടും എന്ത് മാർക്ക് ചെയ്യുക, എല്ലാ ഫിഗറിലും അങ്ങനെ തുടർച്ചയായിട്ട് ആംഗിൾസ് മാർക്ക് ചെയ്ത് പോകാനാണ്. ആ 45 ഡിഗ്രി കോണളവ് നമ്മൾ മാർക്ക് ചെയ്ത് ഫുള്ളായിട്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രൂപം കിട്ടി. ഇനിയും എത്ര കോർണേഴ്സ് നമുക്ക് കിട്ടി? 8 കോർണേഴ്സ് കിട്ടിയില്ലേ? കോർണേഴ്സ് എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം? യോജിപ്പിക്കാം. അപ്പോൾ പുറത്തെ സർക്കിളിൻ്റെ പാർട്സും അകത്തെ ലൈൻസും ഒക്കെ നന്നായിട്ട് മായ്ച്ച് കളയുക. മായ്ച്ച് കളഞ്ഞതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ കോർണേഴ്സുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അതായത് ഇങ്ങനെ, അതുപോലെ അടുത്തൊരു കോർണറും ഇങ്ങനെ വരുന്ന ഭാഗങ്ങളില്ലേ, ആ 2 ഭാഗങ്ങളിലെ കോർണേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഓക്കെ, ഇനി ഇങ്ങനത്തെ 2 കോർണേഴ്സില്ലേ, അത് തമ്മിൽ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഇനി ഇവിടെ 2 കോർണേഴ്സില്ലേ, അതെന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഓക്കെ, നോക്കിക്കേ, നമുക്ക് ഫിഗർ കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലെ വരയ്ക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു? 8 ഭാഗങ്ങൾ. അപ്പോൾ 360നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 45 ഡിഗ്രി നീട്ടും. ഒരു സർക്കിൾ വരയ്ക്കുക. 45 ഡിഗ്രി വീതം നമ്മൾ അതിനകത്ത് അടയാളപ്പെടുത്തുക. അതിനകത്തുള്ള ലൈൻസും പുറത്ത് സർക്കിളും ഒക്കെ എന്ത് ചെയ്യുക? മായ്ച്ച് കളയുക. എന്നിട്ട് ഇതുപോലെ വരച്ച് യോജിപ്പിക്കുക. അടുത്ത ഫിഗർ നോക്കൂ. അടുത്ത ഫിഗറിൽ എത്ര സൈഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. എത്ര സൈഡ്സാണ്? കോർണേഴ്സ് ഉണ്ടെന്ന് നോക്കിയാലും മതി. 1 2 3 4 5 6 അല്ലേ? അപ്പോൾ 6 ആകുമ്പോൾ നമ്മൾ 360യെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുക? 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 360യെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 6 are 36. അപ്പോൾ 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രിയുള്ള സർക്കിളിനുള്ളിൽ നമ്മൾ എത്ര ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്? 60 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക. അതിനകത്ത് നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. എപ്പോഴും ചെയ്യുന്ന മാതിരി ഒരു റേഡിയസ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് നമുക്ക് 60 ഡിഗ്രി എടുത്തെടുത്തങ്ങ് പോകാം. 60 ഡിഗ്രി എടുത്തു, ചേർത്ത് വരയ്ക്കുക. വീണ്ടും ആ ലൈനിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? 60 ഡിഗ്രി എടുക്കുക. നമുക്ക് 6 പാർട്സ് കിട്ടി അല്ലേ? ഇനി ഈ 6 പാർട്ടുകൾ നമ്മൾ ഓരോ എല്ലാ കോർണേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഇങ്ങനെ കോർണേഴ്സ് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫിഗറിലേക്ക് നോക്കി. ഇതിനകത്ത് ലൈൻസ് വല്ലതും ഉണ്ടോ? ഇല്ല. സർക്കിളിൻ്റെ പാർട്സ് ഉണ്ടോ പുറത്തുള്ളത്? ഇല്ല. അപ്പോൾ ഇതിനകത്തുള്ള ലൈൻസ് നമുക്ക് വേണ്ട, പുറത്തുള്ള സർക്കിളിൻ്റെ പാർട്ടും വേണ്ട. അപ്പോൾ അത് രണ്ടും നമുക്ക് എറേസ് ചെയ്ത് കളയാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി താഴോട്ടുള്ള ഈ രൂപങ്ങൾ വേണം അല്ലേ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഏത് സർക്കിളാണോ വരച്ചത്, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വലിപ്പത്തിലായിരിക്കും നമുക്ക് ഈ 6 സൈഡുള്ള രൂപം കിട്ടുന്നത് അല്ലേ? 6 സൈഡുള്ള രൂപത്തിൻ്റെ ഹെക്സഗൺ എന്നാണ് വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഈ ഒരു ലെങ്ത് നിങ്ങൾ സ്കെയിൽ വെച്ചൊന്ന് മെഷർ ചെയ്ത് നോക്കണം. എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇപ്പോൾ എനിക്കൊരു 3.2 ആണ് കിട്ടിയത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കണം താഴേക്ക്. നമ്മൾ സ്ക്വയർ വരയ്ക്കാൻ പഠിച്ചില്ലേ? എല്ലാ സൈഡ്സും തുല്യമല്ലേ? അപ്പോൾ ഈ 3.2 തന്നെ നമ്മൾ താഴേക്ക് വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ 3.2 തന്നെ കിട്ടണമെന്നില്ല. ഇവിടെ നമുക്ക് ഈ ഓരോ വശത്തും കിട്ടിയ അളവ് എത്ര, ഇതെല്ലാം സെയിം ആയിരിക്കും കേട്ടോ. ഈ അളവ് എത്രയാണോ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴേക്ക് എടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ 3.2 ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ 3.2 എന്ത് ചെയ്തു? താഴേക്ക് വരച്ചു. ഓക്കെ, നിങ്ങൾക്കിവിടെ എത്രയാണ്? ഇപ്പോൾ ചിലപ്പോൾ 4 കിട്ടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ 4 ആയിരിക്കണം താഴേക്ക് വരയ്ക്കേണ്ടത്. 5 ആണെങ്കിൽ 5 വരയ്ക്കുക. ഇപ്പോൾ അടുത്ത ഈ കോർണറിൽ അവിടെ നിന്നും ഏത് തന്നെ എടുക്കുക. ഇവിടെ കിട്ടിയ ഏത് അളവാണോ അത് തന്നെ എടുത്ത് താഴേക്ക് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതും ഈ ലൈനും കൂടെ തമ്മിൽ എന്ത് ചെയ്യുക? ഈ കോർണറും കൂടെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഓക്കെ, അടുത്ത ഇവിടെ നിന്നും അതേ എനിക്ക് 3.2 ആണല്ലോ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ 3.2 മാർക്ക് ചെയ്തിരിക്കുന്നത്. ചേർത്ത് വരും. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് ചെയ്യുക. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ രൂപം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ എല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്? വശങ്ങളുടെ എണ്ണം നോക്കുക. വശങ്ങളുടെ എണ്ണം 360 വെച്ച് വശങ്ങളുടെ എണ്ണത്തിനെ ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ആംഗിൾസ് നമുക്ക് ആ സർക്കിളിനകത്ത് വരച്ചിട്ട് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കോളും. വരച്ച് വരുമ്പോൾ റെഡിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.